ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാട്ടവരാത സിനിമയുടെ കാട്ടവരാത റോസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. കിട്ടില്ല സാധനമാണ് കേട്ടോ. പക്ക എന്റർടൈൻമെന്റ്. നമ്മൾ ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ബോറടിയും ലാഗടിയൊക്കെ തോന്നിയെങ്കിലും ഇതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്താണെങ്കിലും ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും ആ റിവ്യൂ ചെയ്തതിൻ്റെ പേരിൽ ഇവന്മാരുണ്ടല്ലോ എനിക്കിട്ട് 2 സ്ട്രൈക്ക് അടിച്ചായിരുന്നു. അതിന് തിരിച്ച് നമ്മളതിനൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഉടനടി നമുക്ക് ആ വീഡിയോ റിലീസ് ചെയ്ത് കിട്ടും. ആ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നും കൂടെ വരുന്നതായിരിക്കും. അപ്പം റോസ്റ്റർ ചച്ചു ആണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കിട്ടു സാധനം കേട്ടോ. കണ്ട് അറുമാതിച്ച് ചിരിച്ചോ. വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കംബാക്ക് സ്റ്റാറിനെ കുറിച്ചാണ്. മൂപ്പര് എല്ലാ കൊല്ലം കംബാക്ക് എന്ന് പറഞ്ഞ് ഓരോ വളിച്ച പടം ഇറക്കും. അപ്പ എന്നെ പൊട്ടിത്തെറിക്കും. എന്നിട്ട് കേക്ക് വാങ്ങാൻ പോവും. കേക്ക് മുറിക്കും, അടുത്ത പടം ചെയ്യും, വീണ്ടും കേക്ക് മുറിക്കും, അടുത്ത പടം ചെയ്യും, വീണ്ടും കേക്ക് മുറിക്കും. ഇതാണ് മൂപ്പരുടെ ഹോബി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല ഷുഗറും വന്ന് ചാവും. പടം തുടങ്ങുന്ന എക്സ്ക്യൂസ് കാട്ടിയിട്ടാണ്. ഇത് ലോജിക്കില്ലാത്ത പടാണേ, ആരും കുറ്റം പറയല്ലേ എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ കാട്ടിയിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ഊളത്തരം വേണേ കാണിക്കാം. ഇതേപോലെ ലോജിക്ക് ഇല്ലാത്ത ഒരു പടമാണ് CID മൂസ. പക്ഷെ അതൊരു നല്ല പടമാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. അല്ലാണ്ട് കാട്ടവരാതം ഉണ്ടാക്കിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല പേട്ട. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരാധിച്ച ഒരു പിള്ളേരുടെ ഗ്യാങ് കാട്ടിയിട്ടാണ്. അവർ ഈ റോട്ടിൽ കൂടെ പോണ ആൾക്കാരുടെ കാറൊക്കെ സ്ക്രാച്ച് ഇടും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവന്മാര് നാട്ടുകാരും നമ്മളെ ഒരേപോലെ വെറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓടിയിട്ട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോവും. അവിടെ ഒരു CBSE പിള്ളേരുണ്ടാവും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഒരു മാച്ച് വെക്കും. ആരാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കണേന്നുള്ളൊരു മാച്ച്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പേട്ട പിള്ളേരെല്ലാവരും കൂടിയിട്ട് പേട്ടന്റെ ഒരു സ്റ്റോറി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആ മറ്റേ പിള്ളേർക്ക് ആ കഥ പറഞ്ഞു കൊടുക്കും. പേട്ടൻ ഒരു മന്ത്രിനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വരും. പിന്നെ പേട്ടൻ ഈ സിനിമയില് തലയാട്ടിയിട്ടുള്ള ഒരു സ്വാഗ് ഉണ്ട്. മൂപ്പര് ഇത് കട്ട മാസാണെന്നാണ് വിചാരിക്കണേ. പക്ഷെ നല്ല അപരാധമായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനെക്കാളും കഞ്ഞി കൂറ കോമഡി ഇങ്ങനെ ഈ പടത്തില് പറയുന്നുണ്ട്. എന്നിട്ട് OTT വന്നപ്പോ അത് കട്ട് ചെയ്തു. അവൻ ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്തത് ഈ സിനിമയിൽ ഈ സീൻ കണ്ടാൽ ആർക്കും അത് മനസ്സിലാവും. ബോഡി ഷേമിങ്ങിന്റെ നിയമമാണോ? നിയമൊക്കെ ഉണ്ടെങ്കിൽ പേട്ടൻ പണ്ടേ എത്തേണ്ട സ്ഥലത്ത് എത്തിയാല്. അത് കഴിഞ്ഞിട്ട് പേട്ടൻ മന്ത്രിക്ക് വയറിളകാനായിട്ടുള്ള പൊടി കലക്കി കൊടുക്കും. അങ്ങനെ മന്ത്രി സൈഡാവുമ്പോ പേട്ടൻ മന്ത്രിനെ കിഡ്നാപ്പ് ആക്കിയിട്ട് ആ സ്ഥലത്തുനിന്ന് പോവും. പിന്നെ അങ്ങോട്ട് പോലീസുകാർ വരുമ്പോ നമ്മുടെ പേട്ടൻ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ വാങ്ങിയൊരു ബോംബ് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് എറിയും. അങ്ങനെ ആ സ്ഥലം തന്നെ കത്തിച്ചാമ്പലാവും. ഇത് കാണുന്ന കുട്ടികളുണ്ടെങ്കിലും ആരെങ്കിലും മുതിർന്ന ആളുകളുടെ ഇതില്ലാതെ ഈ സാധനങ്ങളൊന്നും പൊട്ടിക്കാൻ നിൽക്കരുത്. ഭയങ്കര ഡേഞ്ചർ ആണ്. കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പേട്ടനൊരു ചേച്ചിനെ കൂടെ വിളിക്കുക. എന്നിട്ട് ഇവര് മന്ത്രിനെയും കൂട്ടിയിട്ട് വണ്ടി മാറ്റിയിട്ട് ഗില്ലിയിലെ പാട്ടൊക്കെ ഇട്ടിട്ട് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ട് കട്ട മാസിലൊരു പോക്കങ്ങ് പോവും. മുട്ടിട്ട് കക്കൂസക്ക് അതിന് വേണ്ടിട്ട് അവിടെ ഈ പാട്ട് ഒരു ഡൈപ്പർ ഉണ്ടാവും. എന്നിട്ട് അത് വെച്ച് ഇവര് കാട്ടി കൂട്ടുന്ന കോമഡി ഉണ്ട്. ഇതിലും ഭേദം പഴുത്തൊരു ചവിട്ടി വീഴന്തായിരുന്നു. മന്ത്രിയുടെ മോൻ കേസ് അന്വേഷിക്കാനായിട്ട് ചെന്നൈന്ന് നാട്ടിക്ക് വരും. ചെന്നൈന്ന് വന്നപ്പോ എനിക്ക് സാമ്പാർ സാധനം തന്നു. അതാണ് ഞാൻ തള്ളത്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ കളിയാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ പേട്ടപ്പടം എഴുതിയ ആള് വരും. മൂപ്പരുടെ പേര് സഫർ. മൂപ്പർ ഈ സ്ക്രീനിൽ വന്ന നാട്ടുകാർക്ക് സഫർ. കേരളം ഞാൻ ഒറ്റയ്ക്ക് നന്നാക്കി. ഈ മന്ത്രിക്കെതിരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട്. അവിടെ പരാതി എഴുതിക്കോ. ഈ കേരളത്തിന് ഞാൻ മൊത്തത്തിൽ നന്നാക്കുന്ന ആളാരാന്ന് പോലും നോക്കില്ല. അപ്പൊ തന്നെ നല്ല കുട്ടികള് ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. ഈ വെറുപ്പിക്കലൊന്നും പോരാണ്ട് പുതിയതായിട്ട് വെറുപ്പിക്കാനായിട്ട് നമ്മുടെ കിങ്കാനെ തന്നെ ഇറക്കും. എന്നിട്ട് പഴയ പാട്ടുകളൊക്കെ ഇട്ട് അത് നശിപ്പിക്കും. പിന്നെ പടം കാണാൻ തിയേറ്ററിൽ വന്ന ആൾക്കാരുടെ കണ്ണുമ്മേക്ക് ലൈറ്റ് അടിച്ച് അവരെ ടോർച്ചർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും പേട്ടൻ നീ വാണം വെച്ച് ഇങ്ങനെ അപരാധം കാണിക്കണേന്ന്. കാരണം ഇതൊരു പേട്ടൻ നമ്മുടെ ചെന്നൈ എന്ന പേട്ടന്റെ പിള്ളേര് മൊത്തം സ്റ്റേഷനിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ സലീമേട്ടൻ വന്ന് രക്ഷിക്കും. എന്നിട്ട് പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന് അമ്പലത്തിന് നടയിൽ വെച്ച്
ധ്യാൻ ചേട്ടൻ എവിടെയാണ്? 2 മാസമായി നമ്മൾ പുതിയൊരു റോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കാണ്ട് പുതിയ പടമൊക്കെ ചെയ്തത് പൊട്ടിക്ക് കഴിഞ്ഞിട്ട് പേട്ടൻ അവിടുന്ന് വണ്ടി കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവും. അവിടെ വെച്ചിട്ട് ഏട്ടനെ കാണും. അപ്പൊ പേട്ടന്റെ രോമം പൊന്തും. മോനെ അയ്യോ ഏട്ടന് കൈ കോച്ചി പിടിച്ചു മോനെ. പണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തത് അവന്മാര് വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ട് ആ സീൻ നശിപ്പിച്ചു കളഞ്ഞു മോനെ. പിന്നെ ഏട്ടനെ ട്യൂൺ ചെയ്യും. എന്താ മോനെ എന്നെ ഇങ്ങനെ നോക്കണേ? എന്നെ ട്യൂൺ ചെയ്യണോ? പിന്നെ ഏട്ടന് കുറച്ച് സൂപ്പർ പവർ ഒക്കെ ഉണ്ട്. മോനെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? ലോകം ചെല്ലടന്മാരിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഗില്ലി ബാല റാഞ്ചി എന്ന തലക്കെട്ടോട് കൂടി വരണം. ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല ഗില്ലി ബാല. ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ. അത് കഴിഞ്ഞിട്ട് ഏട്ടനും ഫ്രണ്ട്സ് ആവും. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാര് പേട്ടനോട് ഏട്ടൻ ആരാന്ന് പറഞ്ഞു കൊടുക്കും. അണ്ണന് പല നാട്ടിലും പല പേരാ. തെലുങ്ക് നാട്ടിൽ ബാലയ്യ, കന്നഡ നാട്ടിൽ ബാലണ്ണ. പിന്നെ അവിടെ വന്നിട്ട് പേട്ടന് മുണ്ട് മടക്കി കുത്താൻ അറിയില്ല എന്ന് ഏട്ടനോട് പറയും. അപ്പൊ ഏട്ടൻ അതൊക്കെ ഞാൻ കാട്ടി തരാന്ന് പറഞ്ഞിട്ട് അങ്ങ് കാട്ടി കൊടുക്കും. അങ്ങേര് മീശം പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന. പിന്നെ പേട്ടൻ ഡൈപ്പർ പോലീസിന്റെ ഏട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തും. അപ്പൊ അവൻ ഞാൻ ഏട്ടന്റെ കട്ട ഫാനാണെന്ന് പറയും. അപ്പൊ എന്നെ നമ്മുടെ ഏട്ടൻ ചാർജ് ആവും. ആലോചിക്കും തോറും തൊലി പൊളിയുന്നു. പിന്നെ ഒരു ദിവസം ഏട്ടൻ ഈ പഞ്ചായത്ത് വിട്ടു പോവാണെന്ന് പേട്ടനോട് പറയും. എന്നിട്ട് ഈ പഞ്ചായത്ത് നീ നോക്കണമെന്ന് പറയും. ഹീറോയിസ് അല്ല, അവരാതും പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യമില്ല. വേഗം പൊക്കോ, അല്ലെങ്കിൽ സ്പേസിൽ വീടെടുത്ത് താമസിക്കേണ്ടി വരും. ഏയ് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സഹിക്കൂല. കണ്ട ഏട്ടന്റെ വിരലുകൾ അഭിനയിക്കണ കണ്ട. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിയും. ഈ സമയത്ത് നമ്മുടെ ചെന്നൈ അണ്ണൻ പേട്ടന്റെ ഒരു കൂട്ടുകാരനെ കൊല്ലും. എന്നിട്ട് ആ കാര്യം പേട്ടനോട് പറയും. അപ്പൊ പേട്ടൻ ഇരുന്ന് കരയും. പിന്നെ ചെന്നൈ അണ്ണന്റെ ആൾക്കാര് പേട്ടനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് ഏട്ടന്റെ ജിപ്സി കത്തിക്കും. അപ്പൊ എന്നെ അങ്ങോട്ട് ഏട്ടൻ വന്നിട്ട് കാട്ടവരാതെ വന്നിട്ട് അത് അവർക്ക് കാട്ടി കൊടുക്കും. കാട്ടുതീ എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് പറ്റില്ല. എന്റെ ദൈവമേ, ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ ചെന്നൈ അണ്ണൻ നമ്മുടെ പേട്ടനുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് പേട്ടനെ പൊക്കും. എന്നിട്ട് ഇടിച്ചു കൂട്ടും. പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു വില്ലൻ വന്നിട്ട് ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് വെറുപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവസാനിക്കും. അങ്ങനെ പടം കഴിഞ്ഞു. ഇനി അടുത്ത കമ്പാക്കിന് കാണാം. ബൈ ബൈ. ഇതുപോലൊരു കാട്ടവരാത സിനിമ ലൈഫിൽ കാണുന്നില്ല. OTT ഇറങ്ങിയിട്ട് പോലും ഈ സിനിമ കാണാൻ ആളില്ല എന്നുള്ളത്. എന്തായാലും നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, കിട്ടു സാധനമല്ലേ. നമ്മൾ ആ തിയേറ്റർ 2.5 മണിക്കൂർ ഇരുന്ന് ബോറടിച്ചത് ഒരു 10-15 മിനിറ്റിൽ ആ ഒരു സിനിമ എന്താണെന്നും ആ സിനിമയുടെ അവസ്ഥ എന്താണെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് റോസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു റോസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും